ഇത് ഫെബ്രുവരി 28 തുടങ്ങിയ അമേരിക്കയുടെ എപ്പിക് ഫ്യൂറി യുദ്ധം ഇപ്പം അതേ രാജ്യത്തിന്റെ അടപ്പിളക്കിയിരിക്കുകയാണ്. ഒന്നും നേടാൻ കഴിഞ്ഞില്ല, പറഞ്ഞതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകേണ്ടി വന്നു. ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് നാണം കെട്ട് പിന്മാറിയിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞ വീരവാദങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് അവസാനം ഇറാന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഞങ്ങൾ പിന്മാറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പിന്മാറുന്നതിൽ ഈ ഒരു കാര്യം പെട്ടെന്ന് വന്ന് ട്രംപ് പറയുമ്പോൾ നമ്മൾ മറുവശം കൂടി ചിന്തിക്കണം. കാരണം ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു പിന്മാറ്റം എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് പിന്മാറിയത്? ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ? രേഷ്മ, ഇറാൻ പൊരുതി നേടിയ വിജയം എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ട്രംപിന്റെ പിന്തിരിഞ്ഞോട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ട്രംപ് ഇതിനു മുമ്പും പലതവണ അമേരിക്ക ഇറാനിലേക്ക് ഇതാ വരുന്നു, ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ തകർത്ത് കളയും, ഇറാൻ ഇല്ലാതാകും എന്ന മട്ടിലൊക്കെ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തവണ തീർച്ചയായിട്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകണം എന്ന് ട്രംപിന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഗൾഫ് മേഖലയിൽ നിന്ന് ആദ്യമായി ഒരു GCC രാജ്യം ട്രംപിനൊപ്പം യുദ്ധത്തിന് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അത് സൗദിയാണ്. സൗദി ഇറാഖിലേക്ക് ആക്രമണം നടത്തി. ഇറാനിലേക്കല്ല, ഇറാഖിലെ ഇറാന്റെ മിലിഷ്യ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഇറാൻ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകൾക്ക് നേരെ വലിയൊരു ആക്രമണം സൗദി നടത്തി. എന്ന് മാത്രമല്ല, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികൾക്ക് നേരെ ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങും വഴി ഹൂത്തികൾ സഞ്ചരിച്ച വിമാനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോ അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് GCC രാജ്യങ്ങൾ ഓരോന്നായി യുദ്ധത്തിലേക്ക് വരുന്നുവെന്നും അത് ഇറാന് വലിയ തിരിച്ചടിയാകുമെന്നും ഒക്കെയുള്ള ഒരു പ്രവചനങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങളൊക്കെ പശ്ചിമേഷ്യയിൽ ഉണ്ടായ ഒരു ഘട്ടമാണിത്. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെയാണ് വളരെ തന്ത്രപരമായിട്ട് ഇറാൻ സകലരെയും മുട്ടുകുത്തിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതികാരം തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ആന മണ്ടത്തരമാണ് ചെയ്തത്, വിഡ്ഢിത്തരമാണ് ചെയ്തത്, ഒരു സംശയവുമില്ല. അല്ലെങ്കിലും ട്രംപിന്റെ നയങ്ങളും നടപടികളും ഒക്കെ ഏറെക്കാലമായി അങ്ങനെ തന്നെയുള്ളവയാണ്. ഇറാനെ തച്ചുടയ്ക്കും, ഇറാനെ ഇല്ലാതാക്കും, ഇറാന്റെ സമയം കഴിഞ്ഞു, ഇറാൻ ഞങ്ങളുമായി കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ഭസ്മമാക്കും എന്നൊക്കെ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആ വാക്കുകളൊക്കെ നാളെ രാവിലെ നേരം പുലരുമ്പോഴേക്കും ഇറാനെ തകർക്കും, നാളെ രാവിലെ നേരം പുലരുമ്പോഴേക്കും എല്ലാം അവസാനിക്കും എന്ന മട്ടിലുള്ള പല വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ട്രംപ് നടത്തിയിട്ടുണ്ട്, അവകാശവാദങ്ങൾ. പക്ഷെ ഇത്തവണ എന്തായാലും യുദ്ധം ചെയ്യുമെന്ന മട്ടിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. അതായത് ഇസ്രായേലുമായി ചേർന്ന് യുദ്ധം ചെയ്യുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇസ്രായേലിലേക്ക് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ജോർദാനിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒക്കെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ എത്തിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. അമേരിക്കയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വലിയ ആക്രമണം, അർദ്ധരാത്രിക്ക് ശേഷം ഇറാനിലേക്ക് തലങ്ങും വിലങ്ങുമുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ എല്ലാവരും വിചാരിച്ചിരുന്ന സമയത്താണ് പൊടുന്നനെ ട്രംപ് വന്നിട്ട് പറ്റിച്ചേ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ട്രംപ് വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണത്രേ താൻ യുദ്ധം ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, ടെഹ്റാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ വന്നു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മറ്റ് രാജ്യങ്ങളൊക്കെ എന്നോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു, കരാറിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു യുദ്ധം ചെയ്യാതെ താൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് ട്രംപ് തള്ളിമറിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. ഇവിടെ കൃത്യമായി സംഭവിച്ചത് ഇറാൻ മുട്ടുകുത്തുകയല്ല, മറിച്ച് ഇറാൻ മുട്ടുകുത്തിക്കുകയാണ് ചെയ്തത്. അമേരിക്ക പറയുന്നത് എന്താണ്? ഇറാന്റെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങിയിട്ട് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇറാന്റെ അഭ്യർത്ഥന കേൾക്കാനും മാത്രമുള്ള വിശാല മനസ്കത ട്രംപിന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിലേക്ക് പോയത്? ഇറാൻ ആദ്യം മുതലേ അഭ്യർത്ഥന എന്ന രീതിയിലല്ല, നിലപാട് എന്ന നിലയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല, ഞങ്ങൾക്ക് ആണവായുധം വേണ്ട, ഞങ്ങൾ ഈ പറയുന്ന ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ വെക്കിട്ട് വരുന്നതെന്ന് പലതവണ ഇറാൻ ഈ യുദ്ധത്തിന് മുമ്പ് അമേരിക്കയോട് ചോദിച്ചതാണ്. അത് അമേരിക്ക കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഇറാന്റെ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന ആളായിരുന്നു ട്രംപ് എങ്കിൽ അത് ഉൾക്കൊണ്ട് മിണ്ടാണ്ട് മൂലക്കിരുന്നാൽ മതിയായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ ഇറാന്റെ അപേക്ഷ കേട്ടു, അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം നിർത്തുകയാണ്, അല്ലെങ്കിൽ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, ലോകത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ യുദ്ധം നിർത്തുകയാണെന്നൊക്കെ പറയുന്ന ട്രംപ്
ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്, ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ അടി കണ്ട്, കരുത്ത് കണ്ട്, ഇറാന്റെ നയതന്ത്രപരമായ നീക്കങ്ങളിൽ പകച്ച് ട്രംപ് സ്ഥലം വിട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്നതിൽ ഈ ട്രംപിന് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടോ? കാരണം ഏകദേശം ഈ ഒരു യുദ്ധത്തിൽ അവിടുത്തെ അമേരിക്കൻ ജനങ്ങൾ ട്രംപിനെതിരാണ്. അനാവശ്യ യുദ്ധം എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഈ യുദ്ധത്തിന് വേണ്ടി അവരും പ്രതിഷേധ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല സെനറ്റിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. പിന്നെ ഈ ലാഭം കൊയ്യുക എന്ന് പറയുന്നത് ട്രംപിന് മാത്രം അതൊരു ലാഭമായിട്ട് മാറുമ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വയറ്റത്തടിയാ. ഇന്ധനവില കുതിച്ചുയരുന്നത് പ്രശ്നമാകുന്നത് സാധാരണക്കാരെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു. അപ്പം ആ ഒരു ഘട്ടവും കൂടി വരുമ്പോഴത്തേക്കും ഈ തെരഞ്ഞെടുപ്പും ഈ ഒരു പരിഗണിക്കേണ്ട സമയമോ. കാരണം ഇനി ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇറാനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ ഇറാനെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു ആക്രമണത്തിൽ മുഖം രക്ഷിക്കുക മാത്രമല്ല ഇനി ട്രംപിന് നോക്കേണ്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് നോക്കണം, ജനങ്ങളെ നോക്കണം. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു പിന്മാറ്റം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ രേഷ്മ, ട്രംപ് അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ട്രംപിന്റെ ഒരു പദ്ധതികളും വിജയിക്കാത്ത സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ബുദ്ധിപരമായിട്ട് ഇറാൻ നടത്തിയ ചില നീക്കങ്ങൾ, ഒന്ന് സൗദിക്ക് നേരെ ശക്തമായ പ്രതിരോധം തീർത്തു എന്നുള്ളതാണ്. സൗദിയെ ഭയപ്പെടുത്തി. സൗദിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി GCC രാജ്യങ്ങളിൽ ഇറങ്ങിക്കളിച്ച ഒരേ ഒരു രാജ്യം. അപ്പൊ സൗദി അതിൽ വിജയിച്ചാൽ മറ്റു രാജ്യങ്ങൾ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും ഒരു പക്ഷേ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ പോർമുഖം തിരിക്കുമോ എന്നൊരു ആശങ്ക നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ഒരു സംശയം നിലനിന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇറാൻ എന്താണ് ചെയ്തത്? ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികളെ കളത്തിലിറക്കി സൗദിയിലേക്ക് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തി സൗദിയെ ഭയപ്പെടുത്തി. ഏതെങ്കിലും തരത്തിൽ ഇറാൻ നേരിട്ട് സൗദിയെ അടിക്കുന്നില്ല, കരാറുകൾ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണം നടക്കില്ല. പക്ഷേ സൗദിയെ ആക്രമിക്കാനായിട്ട് ഹൂത്തികളെ നിയോഗിച്ചു. ഹൂത്തികൾ അത് വിദഗ്ധമായി നടപ്പാക്കി എന്ന് മാത്രമല്ല, ചെങ്കടലിൽ ബാബൽ മന്ദബ് കടലിടുക്കിലൂടെ സൗദിയിലേക്കുള്ള കപ്പലുകൾക്ക് മാത്രം പ്രവേശന വിലക്ക് ഹൂത്തികൾ ഏർപ്പെടുത്തി. ഒന്നാമത് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് സൗദിക്ക് തങ്ങളുടെ എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അകത്തേക്കും ഒന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ബാബൽ മന്ദബ് കടലെടുക്കായിരുന്നു. അതും കൂടി അടച്ചതോടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇതെത്തുന്നു, സാധനങ്ങൾ എത്തുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ബാബൽ മന്ദബ് കടലെടുക്ക് വഴി എണ്ണയടക്കം പുറത്തേക്ക് പോകുന്നു. പക്ഷേ സൗദിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ സൗദിയെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുക എന്നുള്ള മറുതന്ത്രമാണ് ട്രംപിന്റെ സൗദിയെ വെച്ചുള്ള ട്രംപിന്റെ തന്ത്രത്തിന് മറുതന്ത്രമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് സൗദി വീണു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യുദ്ധം നടക്കേണ്ട ഏറ്റവും തീവ്രമായ ആക്രമണം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തേണ്ട ഏറ്റവും നിർണായകമായ അതിതീവ്രമായ ആക്രമണം ഇന്ന് സ്വിച്ചിട്ട പോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഓടിമറഞ്ഞത് സൗദിയുടെ മിന്നൽ ഇടപെടലിനെ തുടർന്നായിരുന്നു. സൗദിയും കുവൈറ്റും അടങ്ങുന്ന മറ്റു രാജ്യങ്ങൾ പിന്നാലെയും ട്രംപിനോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ അന്തിമ യുദ്ധം എന്ന നിലയിൽ അതിതീവ്രമായ ആക്രമണത്തിലേക്ക് ഇറങ്ങിയാൽ ഇറാനും അതേ രീതിയിൽ തന്നെ നീങ്ങും, അത് ഞങ്ങൾക്ക് നേരെയായിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ അടുത്തുള്ള, അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ അസറ്റുകൾക്ക് നേരെയായിരിക്കും. അമേരിക്കൻ കെട്ടിടങ്ങളുണ്ട്, അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബഹുരാഷ്ട്ര കമ്പനികളുണ്ട്, അമേരിക്കയുടെ തന്നെ വലിയ കമ്പനികളുടെ ആസ്ഥാനങ്ങളുണ്ട്, അമേരിക്കൻ ബാങ്കുകളുണ്ട്, അമേരിക്കയ്ക്ക് ഷെയറുള്ള റിഫൈനറികൾ പോലുള്ള ഓയിൽ ഇൻഡസ്ട്രിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്താൻ തങ്ങൾ സജ്ജമാണ് എന്ന് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നിലപാട് സ്വീകരിക്കുകയാണ്, അത് തെളിയിച്ച് കാണിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരു വഴിയും ഗൾഫ് രാജ്യങ്ങൾക്കില്ല. എങ്ങനെയെങ്കിലും അമേരിക്കയെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക, അതാണ് അവർ ചെയ്തത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ സൗദി അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെയും പ്രോക്സി ഗ്രൂപ്പുകളെയും അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുന്നു. ഇറാൻ മറുതന്ത്രം ഒരുക്കുന്നു, സൗദിയെ വരിഞ്ഞു മുറുക്കുന്നു. ഒടുവിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ അടിക്കാൻ ഇറങ്ങിയ, ഇറാനെ തളർത്താൻ ഇറങ്ങിയ സൗദി നേരെ ഇറാനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ട്രംപിനോട് ഉത്തരവിടുന്നു, അല്ലെങ്കിൽ ട്രംപിനോട് പറയുന്നു. അതാണ് ഇറാന്റെ യുദ്ധതന്ത്രം. ഏറ്റവും മികച്ച രീതിയിലുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. യുദ്ധം ലോകത്തിന് മുഴുവൻ നഷ്ടമാണ്, അല്ലെങ്കിൽ അത് യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിലെ യുദ്ധതന്ത്രം എന്ന നിലയിൽ ഇറാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നീക്കമായി തന്നെ
ഇതിനെ കാണാവുന്നതാണ്. ഇപ്പൊ പശ്ചിമേഷ്യയിൽ ഒരു താൽക്കാലിക സമാധാനം ഉണ്ടെങ്കിൽ പോലും അത് എത്ര നാൾ എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ താൽക്കാലിക സമാധാനം കൊണ്ടുവരും അല്ലെങ്കിൽ പിന്മാറുക ചെയ്യുമ്പോഴായിരിക്കും ഈ അമേരിക്കയുടെ ചതിപ്രയോഗം നടക്കുന്നത്. ഈ അടുത്ത് നടന്ന ഇപ്പൊ വീണ്ടും ഈ ഒരു യുദ്ധം കനക്കാൻ കാരണം ഹോർമുസ് കടലിടുക്ക് വഴി ഈ അവരുടെ കപ്പൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു ആരോപണം നടത്തിയതിനെ തുടർന്നായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ഈ ആക്രമണം ഒരു വലിയ തോതിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വീണ്ടും ഒരു താൽക്കാലിക വിശ്രമത്തിലേക്ക് അമേരിക്ക പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ വീണ്ടും ഇങ്ങനെ വരില്ലേ? ഇത് താൽക്കാലിക വിശ്രമമൊന്നുമല്ല രേഷ്മ. ഇനിയൊട്ട് ആക്രമിക്കാനുള്ള ശേഷിയൊന്നും അമേരിക്കയ്ക്കില്ല. അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ട്രംപിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്താണ്. എന്താണ് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്, ആയുധങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്താണ്, ഇസ്രായേലിനും ഇപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടം എന്ന ലൈനിലാണ് അവർ നിൽക്കുന്നത്. ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടക്കും. കാരണം ഇറാന്റെ പ്രതികാരം എന്നത് അവിടെ പെൻഡിങ് ആണ്. ഇറാനെ സംബന്ധിച്ച് അവർക്ക് കാലങ്ങളായി അവരുടെ പ്രതികാരമുണ്ട്. ആ പ്രതികാരം വേണ്ട രീതിയിൽ തീർക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ലഭിച്ച അവസരങ്ങളൊന്നും അവർ വെറുതെ കളഞ്ഞിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അവർ പ്രതികാരത്തിലൂന്നി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക പറയുന്നത് പോലെ ഒരു വെടിനിർത്തൽ ചർച്ചയോ ഒന്നും നടക്കില്ല. ആ സമയത്ത് മിണ്ടാതിരുന്നാൽ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ പങ്കാളികൾക്കും കുറച്ച് അറ്റാക്ക് കുറഞ്ഞു കിട്ടും എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു കാലത്തും ഇനി ഇറാനെ വരിഞ്ഞു കെട്ടാനോ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ മുമ്പ് പറ്റിച്ചതുപോലെ ഒരു കരാർ എഴുതി അത് കാണിച്ച് പറ്റിക്കാനോ പ്രലോഭിപ്പിക്കാനോ ഒന്നും കഴിയില്ല. കാരണം പലതവണ മധ്യസ്ഥ രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണോ, വെടിനിർത്തലിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴും ആ ഘട്ടങ്ങളിലൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നത് തന്നെയായിരുന്നു ഇറാന്റെ മറുപടി. ഈ ഘട്ടങ്ങളിൽ ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടി നിരവധി ആക്രമണങ്ങൾ അമേരിക്ക നടത്തി നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഉണ്ടായില്ല. ഒരു ലക്ഷ്യവും നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇറാനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി വരുതിയിലാക്കാം എന്നുള്ള നിലയിലേക്കൊന്നും ചിന്തിക്കേണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇറാനെ തീർക്കാനായിട്ട് വലിയ സന്നാഹവുമായി വന്ന അമേരിക്ക തിരിച്ച് അതുമായി അതെല്ലാം വാരിയെടുത്തുകൊണ്ട് അതിവേഗത്തിൽ ഓടി മറയുന്ന കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നത് രേഷ്മ.